ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പളനിയിലുള്ള ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങ് കോയമ്പത്തൂരുള്ള ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എത്തിക്കുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാ. ലേറ്റായിപ്പോയി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വൈകിയത് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ഇപ്പോൾ സമയം 5 മണിക്കെങ്കിലും എത്തണമായിരുന്നു. അപ്പോൾ 6:30 നമ്മളിവിടെ എത്തുമ്പോഴേക്ക്. അപ്പോൾ ഇതാ അവിടുന്ന് കുറച്ച് നടന്നു പോകണം, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. നല്ല തിരക്കാണ്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഇനിയിപ്പം ലേസർ ലൈറ്റ് ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയാണെങ്കിൽ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ദീപ്തിച്ചിയുടെ കൈ പിടിച്ച് നടക്കുകയാണ് ജാനിമോള്. കുറച്ച് നടന്നങ്ങ് എത്താനുണ്ട്. സ്റ്റാറ്റുവിൻ്റെ അവിടെയുള്ള തിരക്ക് നിങ്ങൾക്ക് കാണാൻ വീഡിയോ സൂം ചെയ്യുമ്പോൾ നല്ല തിരക്കാണ്. അവിടെ ഫുൾ ആളുകളാണ്. പിന്നെ ഇവിടെ ഒത്തിരി നടന്ന് കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് സൈത്തടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല. നമുക്കാകെ ലൈറ്റ് ഷോ കണ്ടില്ല. എന്ത് ഭംഗിയാണ്, അവിടുത്തെ പ്രകൃതി തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അവിടെ നല്ല മഴക്കാറിങ്ങനെ നിൽക്കുന്നുണ്ട്. മിന്നലൊക്കെ വരുന്നുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ഇതാ അവിടെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദിയോഗിയുടെ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്നോട്ടേക്ക് നടന്ന് പോകുന്തോറും വായിക്കാനൊക്കെ നിറയെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ നടന്ന് സ്റ്റാച്ചുവിൻ്റെ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ലൈറ്റ് ഷോ കാണാനുള്ള എല്ലാ ഇതും സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അവിടെ എത്തി, അവിടെ ഇരുന്ന്. പക്ഷേ ആകാശം നല്ലോണം ഇരുണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ആളുകൾക്കൊന്നും ഒരു കുറവൊന്നുമില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളും അവിടെ ഇരുന്ന്. പക്ഷെങ്കിൽ നമ്മൾ ഇരുന്ന് ലൈറ്റ് ഷോ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ മഴ ചാറി. എന്നാലും നമ്മൾ അവിടെ തന്നെ ഇരുന്നു. ഒക്കെ അതിനുള്ള ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങുന്നതായിരിക്കും. നമ്മൾ അതിന് മുന്നേ എടുത്തൊരു ഫോട്ടോ ആണിത്. ഷോ തുടങ്ങിയിട്ടുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ ഇതിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ അതാ താണ്ഡവം, ശിവതാണ്ഡവം അതാണ് കാണുന്നത്. പിന്നെ ഇതാ ലൈറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മഴ നനഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി. അതിന് ശേഷം നമ്മൾ നേരെ വണ്ടി എടുത്ത് പോയി. പകരം അവിടെ കാണുന്നൊരു ഹോട്ടലിൽ കയറി നമ്മളെന്താ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. കാരണം നമുക്കിനി നാട്ടിലേക്ക് മടങ്ങണം. നമ്മളിനി എന്താ പറയുക, നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് നമ്മളതൊക്കെ മാറ്റി ഫുഡ് കഴിക്കുന്ന നേരത്ത് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പളനി യാത്രയുടെ 3rd പാർട്ട്.